കഴിഞ്ഞ ദിവസം ആലപ്പുഴയിലെ മുതിർന്ന CPM നേതാവ് ജി സുധാകരൻ നടത്തിയ ചില വെളിപ്പെടുത്തലുകൾ, ചില നിലപാടുകൾ വലിയ വിവാദമായിരുന്നു. അദ്ദേഹം നേരത്തെ ഇളമരം കരിയുമായി ബന്ധപ്പെട്ട ആരോപണം ഉന്നയിച്ചു. തെരഞ്ഞെടുപ്പ് തോൽവിയിൽ പാർട്ടി വീണ്ടും വിചാരം നടത്തണമെന്ന് പറഞ്ഞു. പാർട്ടിയിൽ തിരുത്തൽ വേണം എന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ മുതിർന്ന നേതാക്കൾ തുടർച്ചയായി CPM-നെ പ്രതിക്കൂട്ടിലാക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പ് പരാജയവുമായി ബന്ധപ്പെട്ട്. അദ്ദേഹം പറഞ്ഞ മറ്റു ചില കാര്യങ്ങൾ കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. തൃശ്ശൂരിൽ BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ വിജയം മൊത്തത്തിലുള്ള രാഷ്ട്രീയ മാറ്റത്തിന്റെ പ്രതിഫലനമെന്നും ജി സുധാകരൻ പറഞ്ഞു. LDF വേഴ്സസ് UDF എന്ന രാഷ്ട്രീയ ചിത്രം മാറുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മൊത്തത്തിലുള്ള സാഹചര്യത്തിൻ്റെ പ്രതിഫലനമല്ലേ? എല്ലായിടത്തും അവരുടെ വോട്ട് കൂടിയില്ലേ? 15%, 19% ആയില്ലേ? അവിടെ ജയിച്ചത് 19 കൂടിയില്ലേ? ഇന്ത്യയിൽ തന്നെ 37%, 41 ആയെന്ന് പറയുന്നു. അപ്പം എല്ലായിടത്തും കൂടിയല്ലോ. കോൺഗ്രസിൻ്റെ അല്പം കൂടി, ഇടതുപക്ഷത്തിന് 4% താഴെയാണ്, അല്ലെ 5% താഴെയാണ്. 12% ഉണ്ടായിരുന്നെങ്കിൽ ഒരു കാലത്ത് 60 സീറ്റൊക്കെ ഉള്ളപ്പോഴാണ്. അത് ബംഗാളും ത്രിപുരയും നഷ്ടപ്പെട്ടുകൊണ്ടുള്ള കുറവാണ്. ഇവിടുത്തെ എല്ലാം കുറവ്, ഇവിടെ കുറവ് ചെറുതായിട്ടേ ഉള്ളൂ. അതല്ലെങ്കിൽ പാർലമെൻറ്റ് ഇലക്ഷങ്ങൾ താഴോട്ട് വരും, അസംബ്ലി പോയി തന്നെ ഇവിടെ ബേസിക്കായിട്ട് ഈ കുറച്ച് ഓട്ടൊക്കെ മാറിപ്പോയെങ്കിലും നമുക്ക് തിരിച്ചു വരാവുന്ന ഒരു സാഹചര്യം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എത്ര കാലം തുടരുമെന്ന് പ്രവചിക്കാൻ പറ്റില്ല. കോൺഗ്രസ് വേഴ്സസ് CPM, LDF രാജ്യത്തിൻ്റെ സ്ഥിതി അനുസരിച്ചിരിക്കും, കേരളത്തിൻ്റെ സ്ഥിതി അനുസരിച്ച്. മുഖ്യമന്ത്രി പറയുന്നതാണ് പാർട്ടി നിലപാടെന്ന് ജി സുധാകരൻ പറഞ്ഞു. BJP നേതാവിനെ കണ്ടതിൽ കുഴപ്പമില്ലെന്ന് PB മെമ്പറായ മുഖ്യമന്ത്രി പറഞ്ഞതോടെ ആ ചർച്ച അവസാനിച്ചുവെന്നും മറ്റാരും അതിനകത്ത് അഭിപ്രായം പറഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അങ്ങനെ കണ്ടതിൽ ഒരു കുഴപ്പമില്ലെന്ന് PB മെമ്പറായ CM പറഞ്ഞത് നിർത്തി, അവസാനിച്ചു. അങ്ങനെ അവസാനിപ്പിക്കാൻ പറ്റുമോ? ഞങ്ങളെ സംബന്ധിച്ച് അവസാനിച്ചു. എനിക്ക് തുടരാൻ പറ്റത്തില്ല. അതേപ്പറ്റി ഒന്നും ചർച്ച ചെയ്യാൻ പറ്റില്ല. കാരണം EP ജയരാജൻ ധീരനായ ഒരു നേതാവാണ്, ബുദ്ധിജീവിയൊന്നും ആയിരിക്കത്തില്ല. ധീരനായ ഒരു നേതാവ്, നല്ല കരുത്തുറ്റ സ്വഭാവമാണ്. അത് എനിക്കറിയാം. ബാക്കി പല കാര്യങ്ങളും ഓരോരുത്തരുടെ പ്രത്യേകതയാണ്. അതുകൊണ്ട് എനിക്കൊന്നും പറയാനില്ല അതേപ്പറ്റി. മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞത്, ഗീവർഗീസ് മാർ കൂർലോസിനെ നമുക്കറിയാം മുഖ്യമന്ത്രി വിമർശിച്ചിരുന്നു. അദ്ദേഹത്തെ വിവരദോഷി എന്നാണ് മുഖ്യമന്ത്രിയുടെ പരാമർശം അന്നുണ്ടായത്. അത് വലിയ വിവാദമായിരുന്നു. പക്ഷേ ജി സുധാകരൻ പറയുന്നത് ഗീവർഗീസ് മാർ കൂർലോസ് ഇടതുപക്ഷത്തെ സഹായിച്ച ആളാണ് എന്നാണ്. പങ്കെടുക്കുന്ന യോഗങ്ങളിലെല്ലാം ഇടതുപക്ഷ പ്രസംഗങ്ങൾ നടത്തുന്നയാളാണ്. ഒരാളുടെ വാക്കോ നോക്കോ അല്ല രാഷ്ട്രീയത്തിൽ പ്രധാനമെന്നും അഭിപ്രായ വ്യത്യാസം ഉള്ളവർ പറഞ്ഞുകൊള്ളട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു. ഇതൊന്നും എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല. ഇതേപ്പറ്റി അദ്ദേഹം പിന്നൊന്നും പ്രതികരിച്ചിട്ടില്ല. പിണറായി സാർ ബിഷപ്പും പ്രതികരിക്കുന്നില്ല. ബിഷപ്പ് ഞാനൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞല്ലോ, അദ്ദേഹം പറഞ്ഞല്ലോ. അത് ഇടതുപക്ഷത്തെ സഹായിച്ചുകൊണ്ടിരുന്ന ബിഷപ്പ് എനിക്ക് നേരിട്ടറിയാം. ഭയങ്കര ഇടതുപക്ഷ പ്രസംഗമാണ് അദ്ദേഹം അത് യോഗത്തിൽ. ഞാൻ ഒരുപാട് എന്നെയൊക്കെ വലിയ കാര്യമാണ് അദ്ദേഹം. അതെല്ലാം തീർന്നല്ലോ. നമ്മൾ ഇത്തരം കാര്യങ്ങൾ വലിയ കാര്യമായിട്ട് പറഞ്ഞ് അതാണ് പ്രധാനമെന്ന് വരുത്തുന്നതാണ് ഇപ്പോഴത്തെ കേരള പൊളിറ്റിക്സ്. അതൊന്നുമല്ല പ്രധാനം. ഒരാളുടെ വാക്കോ ഒരാളുടെ നോക്കോ അല്ല. അതെല്ലാം അത് പറയേണ്ടവർ പറഞ്ഞോളൂ, അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അത്രയേ ഉള്ളൂ. ക്യാമ്പയിനുകൾ കൊണ്ട് കാര്യമില്ലെന്ന് മനസ്സിലായെന്ന് ജി സുധാകരൻ പറഞ്ഞു. ബ്രാഞ്ചിൽ മാത്രമായിരുന്ന താൻ നിരവധി ക്യാമ്പയിനുകൾക്ക് നേതൃത്വം നൽകിയിരുന്നു. കൂടുതൽ വോട്ടുകൾ നേടുമെന്ന് കരുതിയിരുന്ന ഹരിപ്പാട്ട് വോട്ട് കുറഞ്ഞു. CBC വാര്യർ അനുസ്മരണത്തിൽ നിന്ന് താൻ വിട്ടുനിന്നത് അതുകൊണ്ടെന്നും ജി സുധാകരൻ പറഞ്ഞു. എനിക്ക് ജില്ലാ കമ്മിറ്റിയിലോ സെക്രട്ടേറിയറ്റിലോ പങ്കെടുക്കാൻ എന്നെ ക്ഷണിച്ചതുമില്ലായിരുന്നു. ഒരു ബ്രാഞ്ച് പ്രത്യേകം പങ്കെടുക്കാൻ ആരും ക്ഷണിച്ചില്ലല്ലോ. ഞാൻ ബ്രാഞ്ചിലാണ്. പക്ഷേ ഞാൻ ക്യാമ്പയിൻ കൊടുത്തു. 30 ദിവസമാണ് ക്യാമ്പയിൻ നടത്തിയത്. 72 യോഗം. അമ്പലപ്പുഴയിലും കായംകുളത്തും മാത്രം പോയില്ല. അതിലെനിക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടായത് ഈ ഹരിപ്പാട്ട് ക്യാമ്പയിൻ കഴിഞ്ഞപ്പോൾ. കഴിഞ്ഞ തവണ 5000 വോട്ടിന് കുറവേ ഉള്ളൂ. അസംബ്ലിയിൽ 17,000 ലീഡ് UDF, 5000 ഉള്ളൂ. അപ്പം ഞാനവിടെ എല്ലാം പ്രസംഗിച്ചത് ഇത്തവണ 5000 വോട്ട് ലീഡ് പിടിക്കണമെന്ന്. നേരെ തിരിച്ച് 3-ാം സ്ഥാനത്താക്കി. അപ്പം എന്നു വെച്ചാൽ അവിടെ പ്രസംഗിക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ. ഇവിടെ CBC വാര്യർ ഫൗണ്ടേഷൻ്റെ അവാർഡ് കൊടുക്കാൻ 15-ാം തീയതി. അത് തുടങ്ങിയ കാലം മുതൽ ഞാനാണ് കൊടുക്കുക. ഞാൻ ഇത്തവണ പോകുന്നില്ല. അവിടെ പ്രസംഗിച്ചിട്ട് യാതൊരു കാര്യമില്ല. തുടർഭരണം പലരിലും അഹങ്കാരത്തിനിടയാക്കിയെന്നും പാർട്ടിയിൽ തിരുത്തൽ ആവശ്യമെന്നും സുധാകരൻ പറഞ്ഞു. പാർട്ടിയുടെ ഐഡിയോളജിയിൽ വിശ്വാസമില്ലാത്തവർ പാർട്ടിയോട് ചേർന്ന് നിൽക്കുന്നു. പൊളിറ്റിക്കൽ ക്രിമിനലുകളെ പിന്തുണയ്ക്കുന്ന നേതാക്കളാണ് തുടർഭരണത്തിൽ അഹങ്കരിക്കുന്നത്. അവരെ കണ്ടെത്തി തിരുത്തണമെന്നും ജി സുധാകരൻ പറഞ്ഞു. തുടർഭരണം ഉണ്ടായതുകൊണ്ട് അഹങ്കാരമാണെങ്കിൽ പിന്നെ നമുക്ക് സോഷ്യലിസം വന്നാൽ പിന്നെ എന്തായിരിക്കും ശരി? സോഷ്യലിസം എന്ന് പറഞ്ഞാൽ വേറെ പാർട്ടിയില്ല, മുണ്ടു തലേ കിട്ടുമോ? പക്ഷെ അതൊരു ബോധത്തിൻ്റെ പ്രശ്നമാണ്. കേഡറുടെ തുടർന്നുണ്ടായത് ഞാൻ അഹങ്കാരിയായില്ലല്ലോ, നാസർ അഹങ്കാരിയായില്ലല്ലോ.
ആ കാര്യമായോ? അങ്ങനെ ഇവിടുത്തെ എത്ര സഹകളാണ് അഹങ്കാരം കാണിക്കുന്നവരെന്നും അഹങ്കാരം കാണിക്കുന്നവർ, പൊളിറ്റിക്കൽ ക്രിമിനലിസത്തിന്റെ രാഷ്ട്രീയ അംശം രക്തത്തിൽ കലർന്നവർ, അവരെ നിയന്ത്രിക്കണം. നിർവാഹകരെ ഒഴിവാക്കണം. അത്രയൊക്കെ അവരെ സഹായിക്കുന്ന നേതാക്കന്മാർ ഈ പാർട്ടി വേണ്ടെന്ന് വെക്കണം. അത് ആരാന്നൊന്നും പറയാനൊക്കെ ചർച്ച ചെയ്ത് തിരുത്തിയാൽ മതി. ആരെയും പുറത്താക്കിയൊന്നും വേണ്ട. തിരുത്തേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നുണ്ട്. ജില്ലാ സെക്രട്ടറി പറഞ്ഞല്ലേ, ഗോവിന്ദൻ സാഹു പറഞ്ഞല്ലേ, ആവശ്യമുണ്ടെന്ന് ശരണ്യ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. പിന്നെ എന്നോട് ചോദിക്കാൻ എന്തിനാ? ഉണ്ടല്ലോ, അത് തിരുത്തിക്കോളും, പേടിക്കണ്ട, നിരാശപ്പെടണം, എല്ലാം ശരിയായിക്കോളും. ശരണ്യ സ്നേഹിതനോട്, ശരണ്യ തിരുത്തണം, തിരുത്തിക്കൊള്ളുമെന്ന് പറയുന്നു. കാരണം തിരുത്തണമെന്ന് തുടർച്ചയായി പറയുന്നത് UDF LDFിന്റെ മുതിർന്ന CPMന്റെ മുതിർന്ന നേതാക്കളാണ്. സുധാകരൻ പറയുന്ന മറ്റൊരു കാര്യം, ഈ CPM പോലും ശ്രദ്ധിക്കാത്ത വിഷയം, LDF UDF എന്ന ഒരു രീതി കേരളത്തിലുണ്ടല്ലോ, അത് മാറും. കാരണം അദ്ദേഹം പറയുന്നത് ഹരിപ്പാലടക്കം 3ാം സ്ഥാനത്തേക്ക് പോയ CPMന്റെ ദുർഗതി കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. അതിനെ എന്തുകൊണ്ട് പാർട്ടി ഗൗരവത്തോടെ എടുക്കുന്നില്ല എന്ന ചോദ്യവും അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അത്തരം കാര്യങ്ങളിൽ നിലപാട് വ്യക്തമാക്കുമ്പോൾ എന്ത് സൂചനയാണ് സുധാകരൻ നൽകുന്നത്? ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ ഇനിയൊരു തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ആരോഗ്യം പാർട്ടിക്കില്ല എന്ന് തന്നെയല്ലേ? രഞ്ജിത്ത്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷം നേരിടേണ്ടി വന്ന തിരിച്ചടി, അത് ഈ പാർട്ടി വിശകലനം ചെയ്തുകൊണ്ട് പോകുന്ന ഒരു ഘട്ടത്തിലൂടെയാണ്. പ്രത്യേകിച്ച് സംസ്ഥാന നേതൃത്വം അത് വിശകലനം ചെയ്തു പോകുന്ന ഒരു ഘട്ടത്തിലാണ് മുതിർന്ന നേതാവ് കൂടിയായ G സുധാകരൻ. അദ്ദേഹം CPMന്റെ ഉന്നത നേതാവാണെങ്കിൽ പോലും അദ്ദേഹം ഇപ്പോൾ ബ്രാഞ്ച് ഘടകത്തിൽ മാത്രമാണ്. നമ്മൾ ഇന്നലെ അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂവിൽ നമ്മൾ ടെലികാസ്റ്റ് ചെയ്തതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ മുന്നിൽ നിന്ന് നയിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള ആളുകൾ അദ്ദേഹത്തോട് പറഞ്ഞെങ്കിൽ പോലും പരാജയത്തിൽ, പ്രത്യേകിച്ച് ഇടതിന് വളരെയധികം ശക്തി കേന്ദ്രങ്ങളിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പരാജയം സംഭവിച്ചു എന്നതിനെ സംബന്ധിച്ചൊരു അഭിപ്രായമൊന്നും ആരും തേടിയിട്ടില്ല. ഒരുപക്ഷെ അങ്ങനെ അഭിപ്രായം പറയാൻ കഴിയാത്തത് കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ മറ്റ് കമ്മിറ്റികളിലേക്കോ മറ്റിടങ്ങളിലോ അദ്ദേഹത്തിന് ഒരു ഇടം കൊടുക്കാത്തത് കൊണ്ടായിരിക്കും ഒരു പ്രതികരണത്തിലേക്ക് പോകുന്നത്. നമുക്കറിയാം, കായംകുളം അടക്കമുള്ള ഇടങ്ങളിൽ വന്ന ഒരു വലിയ തിരിച്ചടി. G സുധാകരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കൃത്യമായി കാര്യങ്ങൾ നിരീക്ഷിക്കുന്ന ആളും പഠിക്കുന്ന ആളുമാണ്. കണക്കുകൾ വെച്ച് തന്നെയാണ് G സുധാകരൻ. അത് കേരളത്തിലെ സാഹചര്യം മാത്രമല്ല, ഇന്ത്യയിലെ സാഹചര്യവും അദ്ദേഹം വിലയിരുത്തുന്നുണ്ട്. പലയിടങ്ങളിലും അദ്ദേഹം പറഞ്ഞൊരു കാര്യം, BJPക്ക് ആഴം കുറഞ്ഞു എന്നുള്ളതാണ്, പക്ഷേ പരപ്പ് വർദ്ധിക്കുന്നു. അത് രാജ്യത്തിന്റെ ഒരു പൊതുസ്ഥിതി അങ്ങനെയാണ്. BJPക്ക് ആഴം, പലയിടങ്ങളിലും ആഴം UP അടക്കമുള്ള ഇടങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പലയിടത്തും തിരിച്ചടി വന്നു ഈ തെരഞ്ഞെടുപ്പിൽ. പക്ഷേ അവരുടെ ആഴം കുറഞ്ഞെങ്കിലും പരപ്പ് വർദ്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്, അതിനെ നോക്കി കാണണം എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. മറ്റൊന്ന്, ആലപ്പുഴയിലെ തന്നെ തെരഞ്ഞെടുപ്പിന്റെ കണക്കുകൾ അദ്ദേഹം പരിശോധിക്കുമ്പോൾ നമ്മൾ ചോദിക്കുന്നു, ഒരു 2,99,000 എന്നുള്ള ഒരു കുതിപ്പിലേക്ക് എങ്ങനെ BJP എത്തി? അത് വലിയ വോട്ടല്ലേ എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് 3 തിരഞ്ഞെടുപ്പുകളായുള്ള കണക്കുകൾ പരിശോധിച്ചിട്ടാണ്. അതായത് 50,000-നടുത്ത് വോട്ടിൽ നിന്നാണ് പെട്ടെന്ന് കുതിച്ച് 1,87,000-ലേക്ക് KS രാധാകൃഷ്ണൻ മത്സരിക്കുമ്പോൾ വരുന്നത്. അതിനുശേഷം ശോഭാ സുരേന്ദ്രനിലേക്ക് വരുമ്പോൾ 2,99,000 വോട്ടിലേക്ക് BJP മാറുന്നു എന്നുള്ളതാണ്. അപ്പോ ഇതിന്റെ ഒരു കുതിപ്പിന്റെ ഒരു കുതിച്ചുചാട്ടം, അത് വലിയ അളവിലാണ് കുതിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ഒരു കൃത്യമായൊരു തിരുത്തൽ നടപടികൾ ഉണ്ടാവണം. അല്ലെങ്കിൽ അത്തരമൊരു പാർട്ടി എന്നുള്ള രീതിയിൽ, പ്രത്യേകിച്ച് CPM BJPനെ അവരുടെ ഐഡിയോളജിയുമായി ഏറ്റവും എതിരായി നിൽക്കുന്ന ആളുകളായാണ് കണക്കാക്കുന്നത്. അങ്ങനെ അവർ വർഗശത്രുക്കൾ എന്ന് പോലുമാണ് BJP വിശേഷിപ്പിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സംഭവത്തിന് തിരുത്തണമെങ്കിൽ ഈ നിലവിലത്തെ ഒരു സ്ഥിതിയിലുള്ള ക്യാമ്പയിനുകളല്ല, മറിച്ച് അതീവ ഗൗരവത്തോടുകൂടി ഇതിനെ കണ്ടു തിരുത്തിയില്ലെങ്കിൽ ഈ രാഷ്ട്രീയ ചിത്രം മാറുന്നൊരു സാഹചര്യം ഉണ്ടാകും. കേരളത്തിന്റെയും ഇന്ത്യയുടെയും രാഷ്ട്രീയ ചിത്രം അനുസരിച്ച് ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള കൃത്യമായ വ്യക്തമായ സൂചന തന്നെയാണ് അദ്ദേഹം നൽകുന്നത്. കൃത്യം കണക്കുകളും G സുധാകരന്റെ കയ്യിലുണ്ട്. G സുധാകരന്റെ വാക്കുകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ആലപ്പുഴ ജില്ല ഇടതുപക്ഷത്തിന് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലടക്കം കൃത്യമായ ഒരു മെജോറിറ്റി കൊടുത്ത് ഒരു സീറ്റ്, ഹരിപ്പാട് സീറ്റ് ഒഴിച്ച് മിക്ക തെരഞ്ഞെടുപ്പുകളിലും ഇടതുപക്ഷം മുഴുവൻ സീറ്റുകളും 2 ടേമുകളിലായി നിലനിർത്തി പോകുന്ന ഒരു ജില്ലയാണ് ആലപ്പുഴ. പക്ഷെ ആലപ്പുഴയുടെ ഒരു കണക്ക് നമ്മൾ പരിശോധിക്കുമ്പോൾ ആലപ്പുഴയുടെ ശക്തി കേന്ദ്രങ്ങളായ കായംകുളം, ഇടതുപക്ഷത്തിന്റെ അടിയുറച്ച വോട്ടുകളുള്ള കായംകുളത്തും ഒപ്പം തന്നെ അമ്പലപ്പുഴയും ചേർത്തല അടക്കമുള്ള ഇടങ്ങളിലെ കണക്ക് നമ്മൾ പരിശോധിക്കണം. അതായത് 22,655 വോട്ടിൽ നിന്നാണ് ചേർത്തലയിൽ ശോഭാ സുരേന്ദ്രൻ ഇത്തവണ നേടിയത് 40,474 വോട്ടുകളാണ്.
അതായത് 17,819 വോട്ടുകളുടെ വർധനവ് ഇടത് കോട്ടയായ ചേർത്തലയിൽ ശോഭാ സുരേന്ദ്രൻ എന്ന BJP സ്ഥാനാർത്ഥിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അത്രയും വോട്ടുകൾ എങ്ങനെ പോയി? കഴിഞ്ഞ തവണത്തെ ഒരു കണക്ക് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അവിടെ UDF നഷ്ടമായിട്ടുള്ളത് 3,625 വോട്ടുകളുടെ കുറവ് മാത്രമേ വരുന്നുള്ളൂ. പക്ഷേ LDF കണക്കിലേക്ക് പോകുമ്പോൾ ചേർത്തല മണ്ഡലത്തിൽ LDF 21,363 വോട്ടുകളുടെ കുറവ് സംഭവിച്ചു എന്നുള്ളതാണ്. അപ്പോ ഈ ചിത്രം വലിയ തോതിൽ മാറുന്നുണ്ട്. നമ്മൾ കായംകുളത്തേക്ക് പോവുകയാണെങ്കിൽ കഴിഞ്ഞ തവണ 62,370 വോട്ടുകളാണ് LDF നേടിയത്. ഇത്തവണ അത് 48,020 വോട്ടുകളായി ചുരുങ്ങി 14,350 വോട്ടുകളുടെ കുറവ് അവിടെ സംഭവിച്ചു. പക്ഷെ BJPക്ക് വന്ന ഒരു കുതിപ്പാണ് നമ്മൾ നോക്കേണ്ടത്. അതായത് 31,660 നിന്ന് 48,775 വോട്ടുകൾ നേടി അവിടെ BJP മുന്നിൽ വന്നു. 17,115 വോട്ടുകളുടെ ലീഡ് അവിടെ വോട്ടുകൾ അധികമായി ഇത്തവണ അവർ അവിടെ നേടി എന്നുള്ളതാണ്. കായംകുളവും ചേർത്തലയും അടിയുറച്ച കമ്മ്യൂണിസ്റ്റ് വോട്ടുകളുള്ള അല്ലെങ്കിൽ പാർട്ടിക്ക് അടിയുറച്ച സ്വാധീനമുള്ള സ്ഥലമാണ്. UDF കണക്കും നമ്മൾ നോക്കണം. ഹരിപ്പാടേക്ക് വരുമ്പോൾ നേരെ ചിത്രം മാറുകയാണ്. 20,000 വോട്ടാണ് ഇത്തവണ ശോഭാ സുരേന്ദ്രൻ അവിടെ അധികമായി പിടിച്ചത് എന്നുള്ളതാണ്. 26,000 നിന്നും 47,000 കുതിക്കുന്നു. അപ്പൊ നമ്മൾ ഈ ചിത്രങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ അമ്പലപ്പുഴയിലൊക്കെ നോക്കുകയാണെങ്കിൽ വെറും 200 വോട്ടിന്റെ ഡിഫറൻസിലാണ് BJPയുമായിട്ടൊക്കെ അവിടെ കണക്കുകൾ. അവിടെ വളരെ തുച്ഛമായ വോട്ടുകളുടെ വ്യത്യാസത്തിലാണ് BJPയും LDFുമായിട്ടൊക്കെ വരുന്നത്. അപ്പൊ ഈ ചിത്രം മാറുന്നു എന്നുള്ളത് കൃത്യമായി കണക്കുകൾ പരിശോധിച്ച് തന്നെയാണ് ജി സുധാകരൻ പറയുന്നത്. ഇപ്പോഴും ബ്രാഞ്ച് തലത്തിലാണ് അദ്ദേഹം നിൽക്കുന്നെങ്കിൽ പോലും ജില്ലാ സെക്രട്ടറിയോടും പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ടവരോടും പൂർണ്ണമായ കണക്കുകൾ അദ്ദേഹം കളക്ട് ചെയ്തതെല്ലാം പരിശോധിക്കുന്നുണ്ട്. അത്തരത്തിൽ പഠിച്ച് മുന്നേറുന്ന അല്ലെങ്കിൽ പഠിച്ച് മുന്നോട്ടുള്ള ചിത്രം കണ്ട് മുന്നോട്ട് പോകുന്നവരാണ്. അവരാണ് ഇത്തരം വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് എന്നുള്ളതാണ് അതാണ് പ്രധാനപ്പെട്ട കാര്യം. ശരണ്യ സ്നേഹിൻ പറയുകയായിരുന്നു. സുധാകരന്റെ വിമർശനങ്ങൾ കുറുക്കിയുള്ളതാണ്. കൃത്യമായി രാഷ്ട്രീയ വിശകലനം നടത്തുന്നതാണ് അദ്ദേഹം പാർട്ടിയെ ചില കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത്. അദ്ദേഹത്തിന് പറയാനുള്ള വേദികൾ ഇപ്പോൾ അധികമില്ല. അദ്ദേഹം ഇപ്പോൾ ബ്രാഞ്ച് കമ്മിറ്റി അംഗം മാത്രമാണ്. മറ്റ് ഉന്നതതല ചർച്ചകളുടെ ഭാഗമല്ല സുധാകരൻ ഇപ്പോൾ CPM എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഇപ്പോൾ CPM പ്രധാനപ്പെട്ട യോഗങ്ങൾ തുടരുന്നുണ്ട്. അതിന്റെ വാർത്തയിലേക്ക് വരണം. അതിനു മുമ്പ് 1-2 കാര്യങ്ങൾ കൂടി അദ്ദേഹം പറഞ്ഞു. KK ശൈലജ മികച്ച നിയമസഭാ സാമാജിക എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. നേരത്തെ അവരെ പാർട്ടി അവഗണിക്കുന്ന തരത്തിലുള്ള ചില വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഈ അടിസ്ഥാനത്തിൽ കൂടിയാണ് സുധാകരന്റെ പരാമർശം എന്നുകൂടി ചേർത്ത് വായിക്കണം. ഞാൻ പറഞ്ഞ എവിടെ നിന്നാലും ജയിക്കുമെന്നാരാ പറഞ്ഞു. അവർ ചോദിച്ചിട്ടുണ്ട്, ജയിച്ചിട്ടുണ്ട് എന്ന് മാത്രം ഞാനിത് പറഞ്ഞു. PS ഗവൺമെന്റ് ഞാൻ മിനിസ്റ്ററായിരുന്നു. അസംബ്ലിയിലെ ഏറ്റവും മികച്ച സാമാജികയായിരുന്നു അവർ. അതിമനോഹരമായ പ്രസംഗം, നല്ല മന്ത്രി. ഇതവർ കൊടുത്തില്ല. ശൈലജക്കെതിരെ എന്താ പറഞ്ഞത്? നല്ലതല്ലേ പറഞ്ഞു. ജയം ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. എവിടെ നിന്നാലും തൂക്കം ജയിക്കുകയോ എല്ലായിടത്തും ജയിക്കുന്നവരാരാ കേരളത്തിൽ? ഇപ്പോൾ മലപ്പുറത്ത് പോയെന്നാൽ ഞാൻ ജയിക്കുമോ? പറ. മലപ്പുറം നല്ല വടകരയെങ്കിൽ അതൊന്നും ഒരു വ്യക്തിയെ ആശ്രയിച്ച് നമ്മളൊന്നും പറയാൻ പാടില്ല. അത് ഞാൻ പറഞ്ഞോളൂ. അതിനവരങ്ങനെ പറയേണ്ട കാര്യമില്ല. ശൈലജയ്ക്കൊക്കെ ഞാൻ എന്തെങ്കിലും പറയുമോ? എനിക്ക് പിന്നെ അതാ വരുന്നത്. വൃത്തികേട്. ഇതിനിടെ നമ്മൾ CPM നിരവധി നേതാക്കളുടെ പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് തേടിയിരുന്നു. പക്ഷെ ആരും കാര്യമായി പ്രതികരിക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. ഇന്നലെ സലാം അമ്പലപ്പുഴ MLA മാത്രമാണ് ഈ വിഷയത്തിൽ ന്യൂസ് 18നോട് സംസാരിച്ചത്. നാസർ CPM ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ഈ വിഷയത്തിൽ പ്രതികരിച്ചു. ജി സുധാകരന്റെ വിമർശനത്തിന് അദ്ദേഹം മറുപടി നൽകി. ജി സുധാകരനെ പാർട്ടി അവഗണിച്ചിട്ടില്ല, അദ്ദേഹത്തിന്റെ വിഷമമൊക്കെ മാറുമെന്നും നാസർ പറഞ്ഞു. ജി സുധാകരന്റെ ഒരു ആരോപണമുണ്ട്, ആലപ്പുഴ നേതാക്കൾ അദ്ദേഹത്തെ അവഗണിക്കുന്നു. എന്തെങ്കിലും സത്യം ഉണ്ടായിരുന്നു? അവഗണനയില്ല. പക്ഷെ അദ്ദേഹം വളരെ വിഷമത്തോടെയാണ് പറയുന്ന കാര്യങ്ങളൊക്കെ. വിഷമമൊക്കെ മാറും. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് നാസർ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് നേതാക്കളുടെ പ്രതികരണം തേടിയിരുന്നു. ഐസക്കും സുധാകരനും തുടർച്ചയായി പാർട്ടിയെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നുണ്ട്. നേതൃത്വത്തെ ചോദ്യം ചെയ്യുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട്. പക്ഷേ അപ്പോഴും പാർട്ടിയുടെ പ്രതികരണം കാര്യമായി ഉണ്ടാകുന്നില്ല എന്നത് ശ്രദ്ധേയമാണ്. പാർട്ടിയുടെ നയസമീപനങ്ങളിൽ പരിശോധന വേണമെന്ന ആവശ്യം ഉന്നത നേതാക്കളിൽ നിന്ന് തന്നെ ഉയരുന്നതിനിടെ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താൻ CPM സംസ്ഥാന സമിതി യോഗം ഇന്ന് ആരംഭിക്കുകയാണ്. ഭരണവിരുദ്ധ വികാരം തോൽവിക്ക് കാരണമായോ എന്നും സംസ്ഥാന സമിതി പരിശോധിക്കുന്നുണ്ട്. തെറ്റുതിരുത്തൽ നടപടികൾക്കുള്ള മാർഗരേഖയുടെ കരടും സംസ്ഥാന സമിതി തയ്യാറാക്കും. VV അരുൺ ചേരും. അരുൺ, സുധാകരനും ഐസക്കും ഉയർത്തിയ ആരോപണങ്ങളുടെ ചോദ്യം ചെയ്യലുകളുടെ പ്രകമ്പനം അവിടെയുണ്ട്. പക്ഷെ അത് കാര്യമായി ചർച്ചയ്ക്ക് വരുമോ ഈ സംസ്ഥാന സമിതിയിൽ? ഈ മുതിർന്ന 2 പേരുടെ വിമർശനങ്ങൾ ചർച്ചയ്ക്കെടുക്കാൻ കാര്യമായി പരിഗണിക്കാൻ തയ്യാറാകുമോ സംസ്ഥാന സമിതി?
അവരുടെ വിമർശനങ്ങൾ അതേപടി സംസ്ഥാന സമിതി നേതാക്കൾ ഉന്നയിക്കുമെന്ന് കരുതാൻ വയ്യ. പക്ഷേ ആ വിമർശനങ്ങളുടെ ഒരു വികാരം പൊതുവിൽ CPM-ന്റെ പല നേതാക്കൾക്കുമുണ്ട്. നമ്മൾ വ്യക്തിപരമായി സംസാരിക്കുമ്പോഴൊക്കെ ഇന്നലെ സുധാകരന്റെ ഈ അഭിമുഖം പുറത്തുവന്ന ശേഷവും ചില നേതാക്കൾ അത് അംഗീകരിച്ചുകൊണ്ടാണ് സംസാരിച്ചത്. ആരെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയട്ടെ എന്നൊരു നിലപാട്. പക്ഷേ സംസ്ഥാന സമിതിയിൽ അത്തരമൊരു തുറന്ന ചർച്ച മുഖ്യമന്ത്രിക്കെതിരെയും അല്ലെങ്കിൽ ഭരണത്തിനെതിരെ ഉണ്ടാകുമെന്ന് കരുതാൻ വയ്യ. എങ്കിലും ഭരണത്തിൽ മാറ്റങ്ങൾ അനിവാര്യമാണ്. സംസ്ഥാന സെക്രട്ടേറിയറ്റിനും അത്തരം ചില വിമർശനങ്ങൾ ആ രൂപത്തിൽ തന്നെ വന്നിട്ടുണ്ട്. സർക്കാരിന്റെ പ്രയോറിറ്റി മുൻഗണനാ ക്രമങ്ങൾ മാറണമെന്നൊരു പൊതുവികാരം സംസ്ഥാന സെക്രട്ടറിയിൽ ഉണ്ടായിട്ടുണ്ട്. അത് വൻകിട ഇനിയുള്ള 2 വർഷക്കാലം പിണറായി സർക്കാരിന്റെ അവശേഷിക്കുന്ന 2 വർഷക്കാലം വൻകിട പദ്ധതികൾക്ക് പിന്നാലെ പോകാതെ, വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്ന പദ്ധതികൾക്ക് പിന്നാലെ പോകാതെ ജനക്ഷേമ പദ്ധതികൾ നടപ്പാക്കണം. ജനങ്ങൾക്ക് സർക്കാർ എന്തെങ്കിലും ചെയ്യുന്നു നേരിട്ട് ബോധ്യപ്പെടാൻ ഉതകുന്ന തരത്തിലുള്ള പദ്ധതികൾ നടപ്പാക്കണമെന്നൊരു അഭിപ്രായം ഉയർന്നു വന്നിട്ടുണ്ട്. അത്തരം ചർച്ചകൾ സ്വാഭാവികമായും ഉണ്ടാകും. ക്ഷേമ പെൻഷൻ വിതരണത്തിന് കേന്ദ്രത്തെ മാത്രം പരിചാരിത കൊണ്ട് കാര്യമില്ല. കൃത്യമായി അത് നൽകേണ്ടിയിരുന്നു, ഏത് വിധേനയും നൽകേണ്ടിയിരുന്നു എന്ന അഭിപ്രായപ്പെട്ടവർ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ ക്ഷേമ പെൻഷനും സർക്കാർ ജീവനക്കാരുടെ പെൻഷനും അടക്കമുള്ള ശമ്പളവും അടക്കമുള്ള കാര്യങ്ങൾ മുടങ്ങാതെ മുന്നോട്ട് കൊണ്ടുപോകുന്ന വഴികൾ തേടണമെന്ന ആവശ്യം സംസ്ഥാന സെക്രട്ടറി ഉയർന്നു വന്നിട്ടുണ്ട്. അത്തരം നിലപാടുകൾ സംസ്ഥാന സമിതിയിലും ഉയർന്നു വന്നേക്കാം. ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് പൊതുവിൽ നേതാക്കൾ അംഗീകരിക്കുന്നു. അതൊരു തീരുമാനമായി അല്ലെങ്കിൽ സംസ്ഥാന സമിതി യോഗത്തിന്റെ നിലപാടായി അത് പുറത്തു വരുമോ എന്നാണ് ഇനി അറിയേണ്ടത്. ഏതായാലും തെറ്റുതിരുത്തലിന് ഒരു മാർഗരേഖ വേണമെന്ന അഭിപ്രായം പാർട്ടിയിൽ ശക്തമാണ്. അത് സംസ്ഥാന സെക്രട്ടേറിയറ്റും അംഗീകരിക്കുന്നു. തെറ്റുതിരുത്തൽ മാർഗരേഖ സംസ്ഥാന സമിതി കൂടി ചർച്ച ചെയ്ത ശേഷം സംസ്ഥാന സെക്രട്ടറി വീണ്ടും അതിനുശേഷമാകും അത് പ്രഖ്യാപിക്കുക. ഏതായാലും തെറ്റുതിരുത്തൽ വേണം. അത് ഏത് തരത്തിൽ വേണം എന്ന കാര്യമാണ് പ്രധാനമായും ചർച്ച നടക്കുക. വലിയ തിരിച്ചടിയിൽ നിന്ന് മറികടക്കാനുള്ള വഴികൾ തന്നെയാണ് CPM തേടുന്നത്. അതായത് ഈ മണ്ഡലങ്ങളിൽ തങ്ങൾക്ക് ശക്തിയുള്ള മണ്ഡലങ്ങളിൽ പോലും വലിയ തിരിച്ചടി സംഭവിക്കുന്നു. അതിനുശേഷം തുടർച്ചയായി CPM-ൽ ഇതുവരെ ഉണ്ടാകാത്ത വിധം മുതിർന്ന നേതാക്കൾ ഈ വിഷയത്തിൽ രംഗത്ത് വരുന്നു. കാരണം BJP-യുടെയൊക്കെ മുന്നേറ്റം സുധാകരനടക്കം ചൂണ്ടിക്കാട്ടുന്നു. ഇതൊക്കെ ഈ പറഞ്ഞതുപോലെ ദേശീയ നേതാക്കളടക്കം പങ്കെടുക്കുന്ന യോഗങ്ങൾ ഉണ്ടല്ലോ. ഇവിടെയൊക്കെ ഈ കേരളത്തിലെ ഇത്ര വലിയ പരാജയം അത് കാര്യമായി ചർച്ച ചെയ്തില്ലെങ്കിൽ ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളെ എങ്ങനെ നേരിടും ഈ നേതൃത്വത്തെ അടക്കം മുന്നിൽ വെച്ചുകൊണ്ട് എന്ന ചോദ്യവും പ്രസക്തമല്ലേ? അത്തരം ചർച്ചകൾക്ക് ആരെങ്കിലും തുടക്കമിടും എന്ന് പ്രതീക്ഷിക്കാമോ? സെക്രട്ടേറിയറ്റിലും അത്തരം ചർച്ചകൾ ഉയർന്നു വന്നു. വോട്ട് ചോർച്ചയിൽ കേന്ദ്ര സർക്കാരിന് എതിരെയുള്ള വികാരം കോൺഗ്രസിന് പ്രതിഫലിച്ചു എന്ന മുഖ്യമന്ത്രിയുടെ ന്യായം മാത്രമല്ല സംസ്ഥാന സെക്രട്ടറി ചർച്ചയിൽ പൊതുവിൽ ഉയർന്നു വന്നത്. CPM-ന്റെ അടിസ്ഥാന വോട്ടുകൾ ചോർന്നു. സംസ്ഥാന സെക്രട്ടറി റിപ്പോർട്ടിൽ തന്നെ അത്തരം പരാമർശമുണ്ടെന്ന സൂചനകളാണ് ലഭിക്കുന്നത്. CPM വോട്ടുകൾ ചോർന്നത് നേരത്തെയൊക്കെ കോൺഗ്രസിലേക്ക് പോകുമായിരുന്നുവെങ്കിൽ ഇപ്പോൾ BJP-യിലേക്കാണ് അത് കൂടുതൽ പോയത്. കോൺഗ്രസിലേക്ക് പോയ വോട്ടുകൾ അനായാസം തിരിച്ചു വരും. പക്ഷേ BJP-യിലേക്ക് പോയ വോട്ടുകൾ അങ്ങനെ വരില്ല. അതുകൊണ്ട് അത് ഗൗരവത്തോടെ കാണണമെന്ന അഭിപ്രായം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉയർന്നിട്ടുണ്ട്. സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ ചർച്ചകളുടെ ഒരു അന്തസത്തയാകും സംസ്ഥാന സെക്രട്ടറി സംസ്ഥാന സമിതിയിൽ വയ്ക്കുക. അവിടെയും അത്തരം പരാമർശങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് ലഭ്യമാകുന്ന വിവരം. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാകും ചർച്ച. പക്ഷേ ഏതൊക്കെ തരത്തിൽ മാറ്റം വരുത്തണം, ഭരണവിരുദ്ധ വികാരം എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രിക്കെതിരെയുള്ള വികാരം എന്ന ഘടകകക്ഷികളടക്കം വിമർശിക്കുമ്പോൾ അത്തരം ചർച്ചകൾ CPM-ൽ ഉണ്ടാകാൻ സാധ്യതയില്ല. മുഖ്യമന്ത്രി കോർണർ ചെയ്ത മുഖ്യമന്ത്രി ലക്ഷ്യമിട്ട് ചർച്ചകൾ ഉണ്ടാകാൻ ഇടയില്ല. പക്ഷേ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നൊരു സാമാന്യമായ വിമർശനം സംസ്ഥാന സമിതിയും ഉണ്ടാകും. ആ വികാരം സംസ്ഥാന സമിതിയിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് ലഭിക്കുന്ന സൂചനകൾ. ശരി, VV അരുണാണ് വിവരങ്ങൾ പങ്കുവെക്കുന്നത്. CPM-ന്റെ സംസ്ഥാന സമിതി യോഗം AK സെന്ററിൽ പുരോഗമിക്കുകയാണ്. സുധാകരന്റെയും ഐസക്കിന്റെയും വിമർശനമടക്കം മുന്നിലുണ്ട്. തെരഞ്ഞെടുപ്പ് രംഗത്തെ വലിയൊരു പരാജയം കൂടി മുന്നിലുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഈ പ്രധാനപ്പെട്ട യോഗം ചേരുന്നത് എന്നുള്ളതാണ്. തൃശൂർ DC